കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യേശു ലോകത്തിന്റെ പ്രകാശമാണ്. യേശുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ അനുഗമിക്കുകയും ചെയ്യുന്ന ഏതു വ്യക്തിയെയും ദൈവമായ കർത്താവ് തൻ്റെ വെളിച്ചത്തിന്റെ മറവിൽ കൊണ്ടു നടക്കും. ഹല്ലേലൂയ. അവിടെ അന്ധകാരത്തിന് സ്ഥാനമില്ല. അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കട്ടെ എന്നരുൾ ചെയ്ത ദൈവം തന്നെയാണ് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് എന്ന് യേശുവിന്റെ അപ്പോസ്തലന്മാർ പറയുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അതിരിട്ട് കരുണ കാണിക്കുന്ന കർത്താവിന്റെ സ്നേഹം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. നമ്മുടെ അന്ധകാര അവസ്ഥകളെ മാറ്റി പ്രകാശപൂർണമായ നാളുകളായി നടത്തുവാൻ ദൈവം കൽപ്പിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. മനുഷ്യൻ തന്റെ തെറ്റുകളെ തിരസ്കരിക്കുകയും ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും മേലിൽ ദൈവത്തിനെതിരായി തെറ്റു ചെയ്യുകയില്ല എന്ന് അപേക്ഷിക്കുകയും തന്റെ അവസ്ഥകൾ കർത്താവിനോട് പറയുകയും ചെയ്യുമ്പോൾ ദൈവം തന്റെ വ്യവസ്ഥകൾ മനുഷ്യന് വേണ്ടി മാറ്റും, അനുഗ്രഹമാക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മെ ഇതുവരെയും സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ചീറ്റിൽ കിടന്ന നമ്മെ അവിടുന്ന് പൊൻകരം നീട്ടി രക്ഷിച്ചു. നമ്മുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിച്ചു. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. ആ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ആരാധിക്കാം. അവിടത്തേക്ക് നന്ദി പറയാം. ഓ യേശുവേ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ഓ എൻ്റെ യേശുവേ, ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? തൂയരേ, തൂയാവിയേ, തൂയരേ, തൂയാവിയേ, വറ്റാത്ത ഉറവയെ, തേനീലും മധുരമേ, വറ്റാത്ത ഉറവയെ, തേനീലും മധുരമേ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചീറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. കർത്താവായ യേശുവേ,
അങ്ങയുടെ ദാനങ്ങളാലും കൃപകളാലും ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നയിക്കണമേ ഈശോയെ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്നീ ദിവസം ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ്. ഞങ്ങളുടെ വീഴ്ചകളിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഓ യേശുവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. എന്നിൽ നൽദാനം ഏകിടാ, എന്നിൽ വൻ കൃപകളെ നിക്ഷേപിപ്പാ. എന്നിൽ നൽദാനം ഏകിടാ, എന്നിൽ വൻ കൃപകളെ നിക്ഷേപിപ്പാ. തിക്കിത്തിരക്കിൽ നിന്നും എനിക്കായി മാത്രം ഇരുന്നരുളി പിന്നെ നിറവേകിയതും. തിക്കിത്തിരക്കിൽ നിന്നും എനിക്കായി മാത്രം ഇരുന്നരുളി പിന്നെ നിറവേകിയതും. യേശുവേ, എന്നെ നിത്യമായി സ്നേഹിച്ചു, ആ തേജസാൽ മുറ്റും നിറച്ചു. തണ്ടിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായും എന്നെ നിത്യമായി സ്നേഹിച്ചു, ആ തേജസാൽ മുറ്റും നിറച്ചു. ഹല്ലേലൂയ. തണ്ടിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായും കർത്താവേ, ഞങ്ങളുടെ പ്രകാശത്തിൽ ഞങ്ങളെ നയിക്കണമേ. ഇരുളിൽ നൽവെളിച്ചം പോലെ മാറ്റുന്ന തേജോമായനെ. ഈശോയെ, നീതിയിൻ തേജസ്സാലെന്നെ അധികമായി നിലനിർത്തിയിടും. ഇരുളിൽ നൽവെളിച്ചം പോലെ മാറ്റുന്ന തേജോമായനെ. നീതിയിൻ തേജസ്സാലെന്നെ അധികമായി നിലനിർത്തിയിടും. തൂയരെ തൂയാവിയേ, തൂയരെ തൂയാവിയേ. വറ്റാത്ത ഉറവയിൽ തേനീലും മധുരമേ, വറ്റാത്ത ഉറവയിൽ തേനീലും മധുരമേ. തൂയരെ തൂയാവിയേ, തൂയരെ തൂയാവിയേ, തൂയരെ തൂയാവിയേ, തൂയരെ തൂയാവിയേ. നമ്മെ ഏവരെയും സ്നേഹിക്കുന്ന കർത്താവിന്റെ തിരുമുമ്പിൽ ഇന്ന് നാം സമർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം ശ്രവിച്ച് അവിടുന്ന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.